ടെക് ഫോർക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പഴയ ട്രാൻസിസ്റ്റർ റേഡിയോയാണ്. ഇതിന് ഏരിയയിലൊന്നുമില്ല. ഈ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. റേഡിയോ നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബോർഡൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ന്യൂ മോഡൽ, അതായത് ഈ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ പെൻ ഡ്രൈവ് ഒക്കെ കുത്തി വർക്ക് ചെയ്യുന്ന ഒരു റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ റേഡിയോയ്ക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്യാം. ഇതൊരു കുഞ്ഞൻ ആംപ്ലിഫയറാണ്. ഇത് 5 വോട്ടിൽ 3 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ആംപ്ലിഫയറാണ്. ഇത് ഏതൊരു ചെറിയ ഡിവൈസിൻ്റെ ഉള്ളിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു USB ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിതിൽ ബ്ലൂടൂത്തും അതുപോലെ പെൻ ഡ്രൈവും FM-ഉം വർക്ക് ചെയ്യിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റിമോട്ടും ലഭിക്കുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതുപോലെ ഉപകാരപ്പെടുന്ന ചെറിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ USB ബോർഡ് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് 2 വയറിംഗ് കിറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ സപ്ലൈ കൊടുക്കാൻ 5 വോൾട്ട്, പിന്നെ ഇതിൽ 4 വയറുള്ളതിൽ ഒന്ന് റെഡ്, അത് ഏരിയലിൻ്റെയും, മറ്റും 3 ഒന്ന് ഗ്രൗണ്ടും, പിന്നെ ലെഫ്റ്റും റൈറ്റും ഔട്ട്പുട്ട്, ഓഡിയോ ഔട്ട്പുട്ട്. ഈ ബോർഡിൽ സപ്ലൈ കൊടുക്കേണ്ടത് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കണക്ഷൻ ചെയ്യുക. ഇതിൻ്റെ പഴയ ബോർഡ് നമുക്ക് ഊരി മാറ്റാം. ഈ കേസിൻ്റെ മുകളിൽ ഈ USB ബോർഡ് വെച്ച് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതേ ലെവലിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ USB ബോർഡ് ഇതുമ്മൽ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുക. ഇതിൽ ആ റെഡ് വയർ ഏരിയയിലേക്ക് ഷോൾഡർ ചെയ്യുക.
ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ് ഈ റേഡിയോൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലും സൈഡിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതുമ്മേ ഈ ബോർഡ് ഒട്ടിച്ച് വയ്ക്കുക. റേഡിയോ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയം കൺട്രോളിൻ്റെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ 2 ലെഗിൽ മുകളിലായിട്ട് 2 ലെഗിലേക്ക് അതിൽ ഒരു ലെഗിൽ നിന്നും പവർ സപ്ലൈ അതായത് പ്ലസ് വോൾട്ടേജ് കൊടുക്കുക. ഈ സ്വിച്ച് നിന്ന് തന്നെ ഒരു കണക്ഷൻ കൂടി എടുത്തിട്ട് USB ബോർഡുമ്മലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ രണ്ടിനും ഈ ഒരു സ്വിച്ച് ഓണാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആംപ്ലിഫയറിലേക്കും USB ബോർഡിലേക്കും ഉള്ള സപ്ലൈ വോൾട്ടേജ് ഈ സ്വിച്ച് നിന്ന് തന്നെ കൊടുക്കുക. ഇനി വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ കൊടുക്കാം. സാധാരണ രീതിയിൽ ഇതിൽ വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടതില്ല. ഇത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഇത് ഓഫാക്കുമ്പോൾ പിന്നെ ഓൺ ചെയ്യുമ്പോൾ വോളിയം ഹൈ ലെവൽ വന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഈ വോളിയം കൺട്രോളർ ഇതിൽ കൊടുക്കുന്നത്. ഹൈ ലെവൽ വന്ന വോളിയം നമുക്ക് റിമോട്ടിലൂടെ കുറയ്ക്കാനും കൂട്ടുവാനും സാധിക്കും. ഈ USB ബോർഡിൽ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ നമുക്ക് ഈ വോളിയം കൺട്രോളറിൻ്റെ ഫസ്റ്റ് ലെഗിലേക്ക് സോൾഡർ ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം മഞ്ഞ വയറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വോളിയം കൺട്രോളറിൻ്റെ സെൻട്രൽ ലെഗിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് നേരെ ആംപ്ലിഫയർ ബോർഡിലേക്ക് ഇൻപുട്ടിലേക്ക് സോൾഡർ ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ ലെഗിൽ അടിയിലത്തെ മൂന്നാമത്തെ ലെഗിലുള്ള വയർ നേരെ ഗ്രൗണ്ടിലേക്ക് അതായത് ബാറ്ററിയുടെ മൈനസിലേക്ക് സോൾഡർ ചെയ്യുക. ഈ ആംപ്ലിഫയറിലേക്ക് സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കുക. എല്ലാം ഇതിൽ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കണക്ഷൻ കൊടുക്കുക. എല്ലാ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവർ മൂടിയിട്ട് എല്ലാ വയറുകളെല്ലാം ഒതുക്കി കവർ മൂടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. തൊഴിലാളി വർഗ പാർട്ടിയായി രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുന്നതിനുള്ള പ്രക്രിയകളിൽ भारत व्यक्तമായി पढ़ते हैं किसी के बारे में जानते हैं कुछ व्यक्तित्व बिल्कुल निखर कर सामने आ जाते हैं पुस्तक के माध्यम से, है ना। और विश्व पुस्तक दिवस पर दुनिया भर के लोगों को कार्यक्रमों के माध्यम से किताबें पढ़ने का महत्व और विद्वान और लेखकों को आज के दिन सम्मानित किया जाता है। और അപ്പോൾ FM റേഡിയോ ഓക്കെ ആയിട്ടുണ്ട്. ഇനി മൊബൈലിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് മൊബൈൽ കണക്ട് ചെയ്തിട്ട് ഇതിലെ ഓഡിയോ നമുക്ക് റേഡിയോയിൽ കേൾക്കാം. Bluetooth mode. Here.